ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ് ആൻഡ് ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. രാവിലെ എണീറ്റ് കുക്കു സാറിനെ ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. 5:20 ഞാൻ അലാം വെക്കുന്നത്. അങ്ങനെ എണീറ്റ് വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിൽ ഞാൻ രാത്രി ഇവിടെ ഗ്യാസിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ബേണറും ഇതും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടായിരിക്കും ക്ലീനിങ്. അതൊക്കെ ഒന്ന് അടുക്കി പറക്കി തിരിച്ച് വെച്ചിട്ട് കുക്കു സാറിനുള്ള അമൃതൻ്റെ കാച്ചാനായിട്ട് ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പും പഞ്ചസാരയിട്ട് നമ്മൾ നിലൂന് കാച്ചുന്നത് പോലെ തന്നെ കാച്ചും. പക്ഷേ ഇതിൽ അവന് കൊടുക്കാൻ നേരത്തെ ഇപ്പോൾ രാവിലെ കൊടുത്ത് വിടേണ്ടതിൻ്റെ അകത്ത് ഞാൻ ഇത്തിരി പാലും കൂടെ ചേർക്കും. അങ്ങനെ പാല് ചേർത്തത് തന്നെ ബാക്കി കുറച്ചുള്ളത് നെല്ലുവിനായിട്ടും കൂടെ അവിടെ അടച്ചു വെച്ചേക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോൾ ഇത്തിരി കൂടുതലങ്ങ് ഉണ്ടാക്കും. അപ്പോൾ അമ്മ എണീറ്റ് വരുമ്പോഴേക്ക് രാവിലെ നെല്ലുവിന് കൊടുക്കാനുള്ളതായിരിക്കുമല്ലോ. ഇതൊരു 5:30 ആ ഒരു സമയത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ എണീക്കുമ്പോഴത്തേക്ക് ഒരു ഇളം ചൂടോടെ അതിരിക്കുകയും ചെയ്യും. കുക്കൂരുള്ളത് ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചങ്ങ് തണുപ്പിക്കും. മുമ്പ് എപ്പോഴും ഞാനതിങ്ങനെ വ്ലോഗിൽ ഇട്ടപ്പോഴത്തേക്ക് ആരോ പറഞ്ഞിരുന്നു വെള്ളത്തിൽ അങ്ങനെ ഇറക്കി വെച്ച് തണുപ്പിക്കരുത്, നല്ലതല്ല. പക്ഷേ നമുക്കിപ്പോൾ കുക്കു 5:45 ഇറങ്ങണം, അപ്പോഴേക്കും അവനിത് കുടിക്കാനും പറ്റണം. അപ്പോൾ വേറെ ഓപ്ഷനില്ല, വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അമൃതമായി. ഇപ്പുറത്തെ ഞാൻ ബുൾസൈ ആണോ ഓംലെറ്റ് ആണോ, ബുൾസൈ ആണ്, പക്ഷേ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ബുൾസൈ, അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ടീഷർട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇടാനെടുത്തപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ ഞാനിത് ഇടാത്തതെന്ന് ആലോചിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത് ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഹോളുണ്ട് എൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതായിരിക്കണം ഞാനിത് ഇടാതെ മാറ്റി വെച്ചിരുന്നത്. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ബ്ലാക്ക് ടീഷർട്ടാണല്ലോ, എന്താ ഞാൻ ഇടാത്തതെന്ന്. പിന്നെ ഈ ഒരു സമയത്തൊന്നും ഞാനിത് അറിയുന്നില്ല. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഓരോ വീഡിയോ എടുത്ത് നോക്കുന്നത് തന്നെ. പിന്നെ ഇത് ഇടണോ വേണ്ടിയോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഇതിനിപ്പോൾ മൊത്തം എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അത്ര എഫേർട്ട് എടുത്ത് ഞാനൊരു ഉച്ചവരെയൊക്കെ ഷൂട്ട് ചെയ്ത സംഭവമല്ലേ, എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ തയ്യൽ മെഷീനും തയ്യൽക്കാരും ഒക്കെ ഉള്ള വീട്ടിൽ കീറിയ ഡ്രസ്സാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു ചെറിയ ദ്വാരമല്ല, അവിടെ കിടന്നോട്ടെ. നിങ്ങളും അങ്ങനെ ആണെങ്കിൽ ഒന്ന് പറയട്ടെ. എനിക്ക് ഇതെന്നല്ല, ബ്ലാക്ക് ടീഷർട്ട് ഏതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കളയാൻ പറ്റത്തില്ല. അത് ഞാനിങ്ങനെ ഇടാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കും. എന്നെക്കൊണ്ട് അത് തുടയ്ക്കാനായിട്ട് എടുക്കാനായിട്ട് എൻ്റെ മനസ്സ് സമ്മതിക്കത്തില്ല. ബാക്കി എന്ത് കളറാണേലും ഓക്കെ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയട്ടെ. നമുക്കിങ്ങനെ ഒത്തിരി പഴകിയതായിരിക്കും, പക്ഷേ ആ ഒരു ഡ്രസ്സ് കളയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ശീലം എനിക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എൻ്റെ അലമാര തുറക്കുമ്പോൾ എല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് വന്ന് വീഴുന്ന പരുവത്തിൽ ഇപ്പോഴും ഡ്രസ്സ് ഇരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ കോളേജിലിട്ട ഡ്രസ്സുകൾ പോലും ചിലത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ അതേ വണ്ണത്തിലോട്ട് തിരിച്ചെത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ കുക്കുവിന് കൊണ്ടുപോകാനായിട്ടുള്ള എഗ്ഗും ബനാന ഞാനിപ്പം ബൂസ്റ്റും ഷുഗറും ഒന്നും ഇടാതെയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ മേടിച്ചേക്കുന്ന 1 കിലോ ഏത്തപ്പഴവും നല്ല പഴുത്ത് പരുവമായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ എനിക്കിത് പഴംപൊരിക്ക് തന്നെ കിട്ടുന്നില്ല. ഏത്തപ്പഴമായിട്ട് തന്നെ അവന്മാർ കഴിക്കുക. പഴം പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്, അതായത് അത്ര പഴുത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. എന്നിട്ടതേ നമ്മുടെ പുതിയ ബാഗിലോട്ട് കുക്കു സാറിന് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിച്ച ബാഗിലോട്ട് വാട്ടർ ബോട്ടിലും ആ ഒരു സ്നാക്സ് ബോക്സും ഒക്കെ വെച്ചു. കുക്കുവിനുള്ള അമൃതം ഒഴിച്ചെടുത്തിട്ട് ബാക്കി ഞാനവിടെ അടച്ച് വെക്കുന്നുണ്ട്. നിലൂന് ഇപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് കുടിക്കാനുള്ളതാണ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കൊടുക്കുമല്ലോ, അപ്പോൾ രാവിലെ ഒരു ഇത്തിരി മതിയല്ലോ. എൻ്റെ രാവിലെകളിലെ ആദ്യത്തെ സെക്ഷൻ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ കുറച്ച് പാടാണ് പിന്നീടൊന്ന് ഉറക്കം പിടിക്കാൻ. ഇത്ര ഉണർവോടെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി പാടാകും. എന്നാലും ഞാൻ മനസ്സ് കടിച്ച് പിടിച്ച് ഫോൺ നോക്കരുത്, കിടന്ന് ഉറങ്ങണം, കുറച്ച് നേരം കൂടെ ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പിന്നീടൊന്ന് ഉറങ്ങുന്നതാണ്. ഇവരൊരു 5:45 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും കേട്ടോ. എൻ്റെ അടുത്ത സെഷൻ ഉറക്കം എന്ന് പറയുന്നത് 8 മണി വരെയാണ്. 8 മണിക്ക് എണീറ്റിട്ട് വേണം ഇനി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്കാനുള്ളതൊക്കെ ആക്കാൻ. ഞായറാഴ്ച ബിരിയാണി വെക്കാനായിട്ട് എടുത്ത ബീഫിൻ്റെ ബാക്കി ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയത്. എനിക്കുള്ള കാപ്പിയും ഞാൻ ആ സമയത്ത് കുടിക്കത്തില്ല. ഇതുപോലെ ഇപ്പം ഞാൻ 8 മണിക്ക് എണീറ്റതാണിത്, ഇനിയേ കുടിക്കത്തുള്ളൂ. അന്നേരം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉറക്കം പോകും. സ്കൂളിൽ വെക്കേഷൻ തന്നെയാണ്, പക്ഷേ അവിടെ ഇപ്പോൾ ബുക്ക് ഇഷ്യൂവും യൂണിഫോം കട്ട് ചെയ്ത് കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഒരു മെയ് ഫസ്റ്റ് വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് സ്റ്റാർട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചവരെ സ്കൂളിൽ പോയിരിക്കും. ഒരു 10 to 12 ഞാൻ പോകും സ്കൂളിൽ. മമ്മിയും ഡാഡിയും ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തും. ടീച്ചേഴ്സിന് ഉച്ച കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്, 2 പേർക്ക് വീതം ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിയുള്ള ആൾക്കാർ ഉച്ചയ്ക്ക് അവിടെ വരുമ്പോഴേക്ക് 12 o'clock ഞാനങ്ങ് ഇറങ്ങും. അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് റൊട്ടീൻ. ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ എടുത്തു വെച്ചിരുന്ന ഇറച്ചിയൊക്കെ നല്ല മെൽറ്റായി നല്ല പരുവായി. ഞാൻ 2 വെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് അത് ഊറ്റാനായിട്ട് അവിടെ എടുത്ത് വെച്ചു. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ എൻ്റെ കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അങ്ങ് അവനിൽ വെച്ചിട്ട് ഒരു 1 minute ഇട്ട് അങ്ങ് ചൂടാക്കിയെടുത്തു. ഇന്നിപ്പോൾ ബീഫ് കറി വെക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കലാണല്ലോ.
അങ്ങനെ വെളുത്തുള്ളി കുറച്ചിരുന്നത് എടുത്തു. ഇഞ്ചി ഞാൻ പോയി ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്. ഇഞ്ചി നമ്മൾ ഇപ്രാവശ്യം വരുന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോഴേ നല്ല നല്ല ഇഞ്ചിയുമാണ്, ഒത്തിരി കിട്ടുകയും ചെയ്തു. എൻ്റെ ഡബ്ബ നിറയെ ഇഞ്ചിയായി. സാധാരണ 2-3 കഷ്ണം ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് ഒരു സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും ഒക്കെ വേണം. ഈ ബോക്സിലാകെ നോക്കിയപ്പോഴത്തേക്ക് ഒരു 3 പച്ചമുളകേ കിടപ്പുള്ളൂ. അപ്പോൾ അത് 3 ഞാനങ്ങ് എടുത്തു. ഒരെണ്ണം നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണം, 2 എണ്ണം ബീഫ് കറിക്കായിട്ടും വേണം. ലഞ്ചിൻ്റെ ഒരുവിധപ്പെട്ട കറികളൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. പിന്നെ അമ്മ പതുക്കെ എണീറ്റ് അരി അടുപ്പത്തിട്ട് ഊറ്റി. ചോറ് ഞാൻ വെക്കാറില്ല, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അമ്മ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ലഞ്ചിനുള്ള കറികളാക്കുക. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ചെയ്യണ്ട. ഇന്നലെ രാത്രി എനിക്ക് എന്തെന്നില്ലാത്ത പോലെ നല്ല രീതിക്ക് മടിയുണ്ടായിരുന്നു. രാത്രി ചപ്പാത്തിയും മുട്ട ചിക്കിയതും ഒക്കെ ചെയ്യാനായിട്ട് മടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എണീക്കാനേ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു മടി. അങ്ങനെ അലനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അലൻ ദോശയും പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് രാവിലെ ഹീറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇറച്ചി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് കിട്ടിയത്. ബിരിയാണിക്ക് പരുവായിട്ടുള്ള കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ ബീഫ് കറിക്കായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ കുഞ്ഞു കഷ്ണങ്ങൾ വേണം. അങ്ങനെ ഞാൻ ആ ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നല്ല വലിപ്പം തോന്നിയ പീസുകൾ ചെറുതാക്കിയിട്ടു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ കരളങ്ങ് മാറ്റിയിട്ടു. കരൾ വേറൊരു കിണ്ണിയിൽ ഇങ്ങനെ വേവിക്കുന്നതാണ് കേട്ടോ കറിയുടെ കളറിന് നല്ലത്, അല്ലെങ്കിൽ ഒരു കറുത്ത കളർ വരും. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ട്രീസയൊക്കെ ഇത് കേട്ട് കേട്ട് മടുത്തിരിക്കുകയായിരിക്കും. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് മിക്ക ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു 3 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും മിനിമം കിട്ടാറുണ്ട്. അവർ 3 പേര് ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അവർ ചിന്തിക്കൂലേ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും തക്കാളിയും സവാളയും ഇതെല്ലാം കൂടെ ചേർത്ത് ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്ത് ഇത്തിരി മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് ഉടച്ച് കുഴച്ച് നമുക്കത് കുക്കറിൽ വയ്ക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലൊരു 3 വിസിൽ, ലോ ഫ്ലെയിമിലൊരു 3 വിസിൽ. ഞാൻ ബിരിയാണിക്ക് വെച്ചപ്പോൾ 4 വിസിലാണ് പറഞ്ഞത്. പക്ഷേ ഇറച്ചി നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ 1 വിസിൽ കണക്കിന് കുറച്ചത്. ബീഫ് കുറച്ച് ബിരിയാണിയുടെ ബീഫ് പിന്നെ അങ്ങനെ വെന്ത് പോയാലും കുഴപ്പമില്ല. പക്ഷേ കറിക്ക് അങ്ങനെയല്ല, അത്യാവശ്യം മാറിക്കിടക്കണം. ചതഞ്ഞ കണക്ക് കിടന്നു കഴിഞ്ഞാൽ അത് ബീഫ് ചാപ്സ് ആയിപ്പോവും, ബീഫ് കറി ആവില്ല. താളിക്കാനായിട്ട് കറി താളിച്ചു കൂട്ടാനായിട്ട് നമുക്ക് ഒരു സവാളയും ഒരു തക്കാളിയും വേണം. അതിനുള്ള സവാളയും തക്കാളിയും ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ പൊട്ടറ്റോ വേണം കറിയിലിടാനായിട്ട്. 2-3 പ്രാവശ്യം ഇപ്പോൾ ഇവിടെ പൊട്ടറ്റോ ഇല്ലാണ്ടാണ് കറി വെച്ചത്. എനിക്കെന്തോ പൊട്ടറ്റോ കറിയിൽ കിടക്കുന്നതാണ് ഇഷ്ടം. കറി കുറച്ചധികം ഉണ്ടാവുകയും ചെയ്യും. ഈ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി ബീഫും ഒരു ഉരുളക്കിഴങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഗ്രേവി, ഇറച്ചിക്കറിയുടെ ഗ്രേവി എടുത്ത് കഴിക്കുന്നത്. ഞാൻ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു 4-5 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അതൊന്ന് 3 എണ്ണം എടുത്തു. ശുഭം, കരണ്ടും പോയി. മോര് നരയ്ക്കാനായിട്ട് അമ്മേനെ ഞാൻ ഏൽപ്പിച്ചിരുന്നതായിരുന്നു. അമ്മ തേങ്ങയൊക്കെ തിരികെ കഴിഞ്ഞ് അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഉരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കരണ്ട് പോയത്. അമ്മ 2 കൊച്ചുള്ളിയും കൂടി ഉരിച്ചെടുക്കുന്ന ഗ്യാപ്പിൽ കരണ്ട് ഇങ്ങ് തിരിച്ചു വന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു മോരങ്ങ് ക്യാൻസൽ ചെയ്യാമെന്ന്, ആ ജാർ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ അകത്തുനിന്ന് കോവയ്ക്ക എടുത്തു. നല്ല വലിപ്പമുള്ള കോവയ്ക്കയായിരുന്നു കേട്ടോ. പച്ചക്കറി തട്ടി ഡബ്ബയിലോട്ടൊക്കെ ആക്കിയപ്പോഴേ നിറച്ച് പുഴുവായിരുന്നു ഇവിടെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു 3 കോവയ്ക്ക നല്ല രീതിയിൽ പുഴുവരിച്ചതുണ്ടായിരുന്നു. അങ്ങനെ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ഒരുപാട് ലോഷനൊക്കെ വെച്ച് ക്ലീൻ ചെയ്തു. അതാണെങ്കിൽ ഞാൻ പേപ്പറൊക്കെ വെച്ച് എടുത്തിട്ട് ആ പച്ചക്കറിക്കകത്തുള്ള പുഴു നല്ല സോഫ്റ്റ് സാധനം വരുന്നത് കൂടിയില്ല. അങ്ങനെ ഒരു രാത്രിത്തെ എൻ്റെ പണി മൊത്തം അതായിരുന്നു, ഇവിടുത്തെ ക്ലീൻ ചെയ്യൽ നല്ല രീതിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു മടിയാണ്. ഞാൻ പിന്നെ അമ്മേനെ ഏൽപ്പിച്ചു. അപ്പോൾ അമ്മ പിന്നെ ഈ കോവയ്ക്കയൊക്കെ നല്ലപോലെ കഴുകി പിന്നെ നോക്കിയൊക്കെയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒന്ന് വെള്ളത്തിലൊന്നിട്ട് ഒന്ന് കഴുകിയതേ ഉള്ളൂ. നല്ല രീതിയിൽ അന്ന് കഴുകിയിരുന്നു അമ്മ. എന്നിട്ട് ശടപടയുന്ന ആ കോവയ്ക്കെല്ലാം കൂടെ നല്ല നീളത്തിനങ്ങ് അരിഞ്ഞു മാറ്റി. അപ്പോഴേക്ക് നമ്മുടെ കിഴങ്ങും വെന്തു, ഇറച്ചിയുമായി. ബീഫ് കറി വെക്കാനായിട്ടുള്ള കടായിയും പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടാനുള്ള ചട്ടിയും എല്ലാം ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. മോര് ഞാൻ കലത്തിലാക്കുന്നില്ല. അമ്മ എന്നിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. എപ്പോൾ ഇവിടെ മോര് വെച്ചാലും ഒരുപാട് വരും. നീ ഈ ഇത്രയും ചോറൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ വെച്ചിട്ട് ഇത്രയും വലിയ കലത്തിൽ എന്തിനാ മോരും രസമൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് മേടിച്ച പാത്രത്തിൽ മോരാക്കാമെന്ന്. അങ്ങനെ അപ്പോൾ അതാകുമ്പോൾ ആ ഒരു ഉരുളിയല്ലേ ഉള്ളൂ, എന്തായാലും ഇത് രാത്രിത്തേക്ക് തീരും. അങ്ങനെ അതിനകത്ത് മോര് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്തു. ബീഫിന് സവാള ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ബ്രൗൺ കളറാക്കാനായിട്ട് വെച്ചു. കോവയ്ക്കൊക്കെ അരിഞ്ഞ സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് മോര് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്കിട്ടു. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുത്തു. ഈ മോരിന് താളിക്കാനുള്ള എണ്ണ സത്യം പറഞ്ഞാൽ ചൂടായിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് പോകാനുള്ളൊരു ധൃതി കൊണ്ട് ഞാൻ കടുകൊക്കെ അതിൻ്റെ അകത്തോട്ട് എടുത്തിട്ടു. തൊട്ട് പുറകെ തന്നെ സവാളയും വറ്റൽമുളകും ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ അവരവരുടെ സമയത്തിനനുസരിച്ച് പൊട്ടിയും മൂത്തും ഒക്കെ വരട്ടെ എന്ന് കരുതിയിട്ട്
കോവയ്ക്ക മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ചതിലേക്ക് പൊടികളായിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടത്. എരിവിനുള്ള മുളക് പൊടി അതിലിട്ടിട്ടില്ല. ഇത്തിരി ബീഫ് കുറച്ച് എരിവായിരിക്കും, ഇപ്പോൾ മെഴുക്ക് പുരട്ടി കുറച്ച് എരിവ് കുറഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. പിന്നെ നമ്മൾ മോരിൽ എപ്പോഴും താളിക്കുമ്പോൾ ഇത്തിരി ഇടുന്ന പോലെ കാശ്മീരി മുളക് പൊടി ഇത്തിരി അവിടെയും ചേർത്തിട്ടുണ്ട്. കോവയ്ക്ക ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ തിൻ സ്ലൈസായിട്ട് റൗണ്ടിൽ അരിയുവാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കൈ വെച്ചൊന്ന് കുടഞ്ഞിട്ടാൽ മതി. പക്ഷേ ഇതിപ്പോൾ നല്ല കനമുള്ള കുറച്ച് പീസസ് ആയതുകൊണ്ട് ഞാനൊരു ഇത്തിരി വെള്ളം, വെള്ളം കുടിക്കുന്ന കപ്പിൽ ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് അത് അടച്ചു വെച്ച് വേവിച്ചെടുത്തത് കേട്ടോ. മോരുതേ താളിച്ചിട്ടു. കുക്കു സാധാരണ കോച്ചിങ് കഴിഞ്ഞ് സിസിജിയിൽ പോയി ഇരുന്നിട്ട് 10:30-11 മണിയാകുമ്പോൾ അലനൊപ്പമാണ് വരുന്നത്. ഇന്നിപ്പോൾ എന്തോ അവനതേ അലൻ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കഴിക്കാൻ എന്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, നീ കൊണ്ടുപോയ ബനാനയും എഗ്ഗും അവിടെ നിന്ന് കഴിക്ക്, അത് കഴിയുമ്പോഴേക്കും അമ്മ എടുത്തു തരാമെന്ന്. അപ്പോഴേക്കും നമ്മുടെ ബീഫിനായിട്ടുള്ള സവാളയൊക്കെ ലേശം ബ്രൗൺ കളറായി തുടങ്ങി. അതിലേക്ക് ഇത്തിരി ഗരം മസാല, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി എരിവിനും, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അത് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് നല്ല നിറത്തിനുമൊക്കെ ആയിട്ട്. പൊടികളൊക്കെ ഇട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് ആ നിറമൊക്കെ ഒന്ന് കടുത്ത് വരുമ്പോൾ കരിയുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അത് കരിയാണ്ടങ്ങിരുന്നോളൂ. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് കറി വെക്കുമ്പോഴേ അതിൻ്റെ അകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാറില്ല. ഇത് ബീഫിനകത്തുനിന്ന് തന്നെ വന്ന വെള്ളമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പൊട്ടറ്റോ വെന്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നല്ലപോലെ കുറുകും കേട്ടോ. ഈ താഴോട്ടുള്ള അരപ്പൊക്കെ ഒന്ന് പെരണ്ട് വരാനായിട്ട് എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചാറച്ചിരി നീണ്ട പോലെ തോന്നുമായിരിക്കും, പക്ഷെ കറി നല്ലപോലെ കുറുകിയാണ് ഇരുന്നേച്ചത്. ഇതേ കണ്ടോ, കുറുകി തുടങ്ങി. ഇനി അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കോവയ്ക്ക് അത് റെഡിയായി. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റാനായിട്ട് ഇത്തിരി നേരം ഒന്ന് തുറന്ന് വെച്ച് ചിക്കിയാൽ മതി. ആ ഉള്ള 2-3 തുള്ളി അതങ്ങ് വറ്റി പൊക്കോളും കേട്ടോ. അതുകൊണ്ട് ഞാൻ കോവയ്ക്ക പിന്നെ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇവിടെ ബീഫ് വന്നതുകൊണ്ട് തന്നെ ഈച്ചയും വന്നിട്ടുണ്ടായിരുന്നു. ഈച്ച നിർമ്മാർജ്ജനം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പകുതി പരിപാടികൾ കഴിഞ്ഞു. ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ ദോശയും ചമ്മന്തിയൊക്കെയാണ് ഞാൻ രാത്രി ഫിനിഷ് ചെയ്തത്. പൊറോട്ടയൊന്നും ഞാൻ പിന്നെ രാത്രി എനിക്ക് എടുക്കാൻ തോന്നിയില്ല. രാത്രി എനിക്ക് ദോശ കഴിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന പൊറോട്ടയൊക്കെ 4 പൊറോട്ട മറ്റും ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ത്വരയൊക്കെ കൊണ്ട് മാക്സിമം ഒരെണ്ണം അല്ലെങ്കിൽ ഒരു പീസൊക്കെ രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. കുക്കുവിന് 2 പൊറോട്ട ഉണ്ടാവും, അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു പൊറോട്ട കഴിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇന്നലത്തെ ബാക്കി, അതായത് അമ്മ തന്നെ പറഞ്ഞതാണ്, അമ്മ ഇന്നലത്തെ ബാക്കി ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടിഫിനിൽ. ബാക്കി കറിയും എല്ലാം ഒഴിച്ച് കഴിക്കാനായിട്ട് വെച്ചതാണ്. പിന്നെ രാത്രി കഴിക്കാൻ തോന്നിയില്ല, അത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ പിന്നെ അതെടുത്ത് അമ്മയ്ക്ക് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങ് ചൂടാക്കിയെടുത്തു. എന്നിട്ട് കുക്കുവിന് ഒരു പൊറോട്ടയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് അവനെടുത്ത് കൊടുത്തു. അപ്പോഴേക്ക് അടുത്ത ആൾ എണീറ്റ് വന്നു. ഇവൻ എണീറ്റ് വന്ന് ഞാൻ ഇവൻ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് അവൻ്റെ കയ്യിൽ ഒരഞ്ഞ പാട്. എങ്ങനെ പറ്റിയതാ, എവിടെ വീണതാണെന്ന് ചോദിച്ചിട്ട് അറിയത്തില്ല എന്നാണ് പറയുന്നത്. മിക്കവാറും റോട്ടിലായിരിക്കും. റോഡിൽ തെന്നി വീഴുമ്പോൾ ഈ പെയിൻറ്റ് പോന്നു എന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ പറയും അതിന് കേട്ടോ. മേളിൽ നിന്ന് തൊലി ഇങ്ങനെ ചിരവനാക്കിനൊക്കെ പോയത് കണക്ക് ഇങ്ങനെ പോകുന്ന കുറച്ച് വരകൾ അമ്മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ റോഡായിരിക്കണം. ഇനി വീണ്ടും തിരിച്ച് ഈ പൊറോട്ട ഫ്രിഡ്ജിൽ കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന 2 പൊറോട്ടയിൽ കുറച്ച് ബീഫ് കറിയും കൂടെ ഒഴിച്ചു. ഫ്രൈയുടെ ഒരു ചെറിയ പീസ് എനിക്കുണ്ടായിരുന്നു, വലിയൊരു പീസ് ഞാൻ അവനാണ് കൊടുത്തത്. ചിക്കൻ ഫ്രൈ ആയിരുന്നു. എന്നിട്ട് ഞാൻ കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് അവൻ്റെ ഇവിടെ വിശാലമായിട്ട് പോയിട്ട് വന്ന ക്ഷീണമാണ് നിംസയെ വാരിത്താന്നൊക്കെ പറഞ്ഞ് അമ്മേനെയും സോപ്പിട്ട് കമന്ന് കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരുത്തൻ അവിടെ മലന്ന് കിടന്ന് എന്തോ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക, അമൃതമൊക്കെ കുടിച്ച്. അപ്പോൾ ഇനി ഇത്തിരി കഴിഞ്ഞിട്ടേ ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ. അമ്മയും നിലു അവിടെയാണ് കേട്ടോ കിടക്കുന്നത്. ഹോളിൽ അങ്ങനെ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. കുക്കു സാറിനെ ഞാനൊരു 9 മണിയാകുമ്പോൾ അവിടെ കിടത്തും. പക്ഷെ അവനിങ്ങനെ ഞാൻ അനങ്ങുന്നത് നോക്കിയിരിക്കും. മേലെ പോയി ഞങ്ങൾ കിടന്നാലോ ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കാനായിട്ട്. അവൻ എൻ്റെ കൂടെ കിടക്കത്തുള്ളൂ. പിന്നെ വഴക്കും പറഞ്ഞ് നാളെ കോച്ചിങ്ങിന് 5:15 നിന്നെ വിളിക്കത്തില്ല, മര്യാദയ്ക്ക് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ ചില ദിവസങ്ങളിൽ അവിടെ കിടന്നുറങ്ങും. ക്യാരംസ് ഒക്കെ കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ അലനിങ് എത്താനായിട്ട് ലേറ്റ് ആവും. ചിലപ്പോൾ ഞാനങ്ങ് അവരുടെ കൂടെ കിടന്ന് എല്ലാം മറന്നങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ നിരന്നൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ഉറങ്ങാൻ നല്ല രസമാണ് അങ്ങനെ കിടക്കാനായിട്ട്. പണ്ട് വീട്ടിൽ ഇല്ലിയമ്മച്ചിയുടെ ഞങ്ങളെല്ലാവരും കൂടെ നിരന്ന് പാവിരിച്ച് കിടക്കുന്നതൊക്കെ എനിക്ക് അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ 2 പൊറോട്ട ഷടപടാന്ന് കഴിച്ച് ഓടിപ്പോയി കുറച്ച് സൺസ്ക്രീനും ഒക്കെ ഇട്ട് ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. 10 മണിക്കൊരു 5 മിനിറ്റൊക്കെ ഉള്ളപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കും. ഓടി അങ്ങ് എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് 10 ആയിക്കോളൂ. ഗേറ്റ് അവന് തുറക്കണമെന്നും പറഞ്ഞായിരുന്നു നിലുവിൻ്റെ ആദ്യത്തെ ബഹളം. പിന്നെ ഈ ഒരു ഷോട്ട് എടുക്കുന്നത് സ്റ്റാൻഡിലെ ഫോൺ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പുറത്ത് വന്നിട്ട് കുക്കുവിനെ ഞാനത് മതിൽ വഴി എടുത്തു തരാൻ പറഞ്ഞു. ബൈ. സമയമില്ല എനിക്ക്. അങ്ങനെ ഞാൻ ക്യാമറ ഓഫാക്കി ഫോൺ കൊടുത്തിട്ട് അവൻ എനിക്ക് തിരിച്ചു തന്നു.
ഈ പോകുന്നത് വീണ്ടും ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ സ്വർഗ്ഗത്തേക്കല്ല പോകുന്നത്, റേഷൻ കടയിലേക്കാണ്. ഞങ്ങളുടെ ഇവിടുത്തെ റേഷൻ കടയിലോട്ട് പോകുന്ന വഴിയായത്. മുമ്പ് ഒരു തവണ ഞാൻ റേഷൻ കടയിൽ വന്നപ്പോൾ ഇതിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാമ്പ് വന്നു. അതിനുശേഷം ഞാൻ റേഷൻ കടയിൽ വന്നിട്ടില്ല. ഇന്ന് രാവിലെ അമ്മ എന്നെ സൈക്കോളജിക്കലി പറഞ്ഞ് മയക്കി. ഇനി ഞാൻ ഇവന്മാരെയും വെച്ചിട്ട് വരണ്ടേ, നീ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കല്ല, ഞാൻ ഉച്ചയ്ക്ക് പോകാൻ നിൽക്കണം, ഇപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. സ്കൂളിൽ വന്ന് മമ്മിയെടുത്ത് ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ടാണ് പോയി റേഷൻ കടയിൽ പോയി അരി മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ സ്കൂളിൽ അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തൊതുക്കി. മമ്മിയുടെ വക ഒരു കോഫിയും ഉണ്ടാവും കേട്ടോ. 10:30 10:45 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നിന്നൊരു കാപ്പിയും കിട്ടും. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അരിയും കൊണ്ട് ഞാൻ ദേ വീട്ടിലെത്തി. എന്നോട് പറഞ്ഞത് വെള്ള അരി മാത്രം വേണമെന്നാണ്. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല മോളെ, കുറച്ച് റോസരിയും കുറച്ച് വെള്ള അരിയും കൂടിയിട്ടാണ് തരുന്നത്, അപ്പോൾ കാർഡിൽ അങ്ങനെ പതിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. എൻ്റെ പേര് അമ്മയുടെ, അതായത് ഞങ്ങളുടെ വീട്ടിലെ റേഷൻ കാർഡിലാണ് കിടക്കുന്നത്, അപ്പോൾ ഞാൻ കൈ പതിച്ചാൽ മതിയാവും. പിന്നിപ്പോൾ വെള്ളയരി ആണെങ്കിലും റേഷനരി ആണെങ്കിലും അമ്മ നല്ല വിദഗ്ധമായിട്ട് നമ്മളിവിടെ മേടിക്കുന്ന വിലയരിയുടെ ഇടയ്ക്ക് ഇതും ഒരു 2 നാഴിയൊക്കെ ചേർത്ത് നല്ല നൈസായിട്ട് ചോറ് വെച്ച് ഇതെല്ലാം തീർത്തോളും. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വിശ്വാസം ഇല്ലാണ്ട് നോക്കുന്ന മാതിരി തന്നെയാണ് ഇപ്പോഴും ബാക്കി ഇത്രേ കിട്ടിയുള്ളൂ എന്നുള്ള ചോദ്യം. ഞാൻ ഈ അരി രണ്ടായതുകൊണ്ട് റോസരി ഇടാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കവർ മേടിച്ചിരുന്നു. അങ്ങനെ ഒരു 2 രൂപയുടെ കുറവുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ സിറ്റ് ഔട്ടിൽ കുത്തിയിരുന്ന് ഇന്ന് വൈകുന്നേരം തുടരും മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങൾ ഷോർട്സിൽ കണ്ടു കാണുമെന്നറിയാം. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഈ ഒരു ദിവസത്തിൻ്റെ ബാക്കിയാണ് അതെന്ന്. ഞാനിപ്പോൾ വീഡിയോസ് എടുക്കുന്ന അങ്ങനെ ഒരു പാറ്റേണിലാണ് കേട്ടോ. രാവിലത്തത് ലോങ് വീഡിയോ ആക്കുക, വൈകിട്ടത്തത് ഷോർട്സ് ആക്കുക. വൈകിട്ടത്തത് ലോങ് വീഡിയോ ആക്കിയാൽ പിറ്റേന്ന് രാവിലത്തത് ഷോർട്സ് ആക്കുക. പക്ഷേ ഷോർട്സിന് വ്യൂ ഇല്ല. നിങ്ങൾ ലോങ് വീഡിയോ കാണുന്ന അതേ ഒരു എഫക്റ്റ് ഷോർട്സിൽ എത്തിക്കാനായിട്ട് ഞാനൊരു 3 മിനിറ്റോളം നീണ്ട ഷോർട്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ദിവസം 2 പാർട്ടായിട്ട് ഫുള്ളങ്ങ് വരട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ കണ്ട സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ ചോറെടുത്തു. എനിക്കിപ്പോൾ കഴിക്കാനായിട്ട് വിശപ്പ് തോന്നുന്നില്ല. ഇത് കുക്കുവിനുള്ള ചോറാണ്, അപ്പോൾ അവൻ അധികം ബീഫ് എടുക്കത്തില്ല. അവന് ചിക്കൻ കഴിക്കുന്നതാണ് ഇഷ്ടം, ബീഫ് ഇഷ്ടമല്ല. അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ കയറും, ചവയ്ക്കാൻ പാടാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുക്കുവിന് ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 2 പേര് അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് കാണാം ആ പെരി വെയിലത്ത്. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എടുക്കാനായിട്ടാണ് ഇവിടെ ഒരു കുട വെച്ചിരിക്കുന്നത്. അതോ വരുന്നുണ്ട് 2 പേര്. കുട എടുക്കാണ്ട് തന്നെ പോകും ലില്ലിയമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക്. അങ്ങനെ 2 പേരും എത്തി. നിലുവിന് ചോറ് കൊടുത്തിട്ടാണ് വരവ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ ചോറ് വേണ്ടാന്ന് അവിടെ പറഞ്ഞു എന്ന്. ഇവിടെ വന്ന് കുക്കുവിന് ചോറ് കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ചോറ് വേണമെന്നായി. പിന്നെ ഞാൻ അവനും കൂടെ അങ്ങ് ചോറ് വാരി കൊടുത്തു. കുക്കുവിന് ബീഫ് കറി കുറച്ചല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മോര് അത്യാവശ്യം ഒത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇന്ന് അവിടെ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ചേട്ടൻ കടലിൽ ചാടിയുന്ന ബോഡി ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ. ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബോഡി കുറേ അപ്പുറത്തായിട്ട് നമ്മുടെ കൊല്ലം ബീച്ചിനൊക്കെ അപ്പുറത്തായിട്ട് ചെന്ന് അടിഞ്ഞു എന്ന്. അതാണ് കൊണ്ടുപോയതെന്നാണ് അമ്മ പറയുന്നത്. എനിക്കറിയത്തില്ല, പോയ ആളെ അറിയത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് FB പോസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി അറിയുന്ന ചേട്ടനല്ല. മാരീഡാണ്, ഒരു കുട്ടിയുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. വിഷമം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ എളുപ്പമാണല്ലോ, ചെന്നങ്ങ് കയറി കൊടുത്താൽ മതിയല്ലോ. കടലമ്മ എന്ന് പറയുന്നതുകൊണ്ടാവണം അമ്മേൻ്റെ അടുത്ത് പോയാൽ എല്ലാം ശരിയാവുമെന്ന് വെച്ചിട്ടായിരിക്കണം ചെന്ന് ചാടുന്നത്. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ, ഈ പാവം കടലെന്ത് കഴിച്ചിട്ടാ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ കടൽ ഓഫ് ദ ഡേ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈ കടലിന് എന്ത് ഭംഗിയാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ കടലിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ചേട്ടൻ്റെ വിഷമവും ഒക്കെ കൂടി എൻ്റെ മൈൻഡിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക് ഇടാനായിട്ട് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. പാവം കടലിന് പറയാൻ പറ്റുമോ, എടാ ചെറുക്ക ഇങ്ങോട്ട് ഇറങ്ങി വരില്ലേ, ഇനി വന്നു കഴിഞ്ഞാൽ നീ മുങ്ങിപ്പോകുമെന്നൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.